ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷ്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ആശുപത്രി വിട്ട അമ്മ ആശ കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിന് കൈമാറി. അനാഥാലയത്തിൽ നൽകുമെന്ന് രതീഷ് പറഞ്ഞതായി ആശയുടെ മൊഴി. കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായൺ ചേരുന്നു. രഘുനാഥ്, നമസ്കാരം. ഒരു ഗുഡ് മോർണിംഗ് എന്ന് ആശംസിക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ അമ്മ എന്ന പേര് എത്രത്തോളം മഹത്തരമായാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരമ്മ ചെയ്തത് എന്താണ്? അനാഥാലയത്തിൽ നൽകുമെന്ന് ആൺ സുഹൃത്ത് ഉറപ്പ് പറഞ്ഞിരുന്നു അത്രേ. ശരിക്കും എന്താണ് ഈ കേസിന് പിന്നിൽ സംഭവിച്ചത്? ഒട്ടി ഒരു മാസത്തിനിടെ രണ്ടാമത്തെ സമാനമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. ഏതാനും മാസം മുമ്പാണ് ഈ ചേർത്തലയ്ക്ക് തൊട്ടപ്പുറത്തുള്ളൊരു സ്ഥലത്ത് ഒരു യുവതി, അതും 22-21 വയസ്സുള്ള ഒരു യുവതി വീട്ടിൽ കുഞ്ഞിനെ പ്രസവിച്ച് സമാനമായ രീതിയിൽ കുഞ്ഞിനെ കൊന്നതാണോ അതോ ജനിച്ചപ്പോൾ മരിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർക്കൊക്കെ ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹമാണ്. ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വ്യക്തമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം മാറുന്നതിനിടെയാണ് സമാനമായ രീതിയിലുള്ളൊരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് എനിക്കൊരു വീഡിയോ കിട്ടുന്നത്. അതായത് ഈ കുഞ്ഞ് ഈ കൊന്നതിന് ശേഷം കുഞ്ഞിനെ ഒരു കുളിമുറിയിൽ വെച്ചിരിക്കുന്നത് ഒരു സംരക്ഷണം ചെയ്യാൻ യോഗ്യത അല്ലാത്തത് കൊണ്ടും കാണുന്നവർക്കൊക്കെ വലിയ സങ്കടം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോലും അയക്കാത്തത്. അത്ര ദുഃഖകരമായ അത്രയും ക്രൂരമായൊരു സംഭവമാണ് ഇവിടെയും ഉണ്ടായത്. കാരണം ആ കുഞ്ഞിന് 3 കിലോയിലധികം ഭാരമുണ്ടായിരുന്നു. നല്ല നമ്മൾ സാധാരണ നിലയിൽ ചബ്ബി ബേബി എന്നൊക്കെ പറയുന്നത് അത്രയും സുന്ദരനായ ഒരു കുഞ്ഞിൻ്റെ ഒരു മൃതദേഹം രാവിലെ കണ്ട് ഉണരുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സങ്കടകരമാണ്. എന്തായാലും ആശയ്ക്കും രതീഷിന് ഈ വിഷയത്തിലൊന്നും അവരുടെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴൊക്കെ അത്ര കാര്യമായ കൂസലില്ലായിരുന്നു എന്നാണ് നമ്മുടെ ക്യാമറമാൻ അടക്കം പറയുന്നത്. അത്തരത്തിൽ ഒരു പക്ഷേ ഇവർ ആലോചിച്ചുറപ്പിച്ച് തന്നെ കുഞ്ഞിനെ കൊന്ന് ഒഴിവാക്കിയതാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അബദ്ധത്തിൽ സംഭവിച്ചതാകാം, അല്ലെങ്കിൽ അപ്പോഴുണ്ടായ ഒരു മാനസിക സംഘർഷമൊക്കെ കൊണ്ട് സംഭവിച്ച. പക്ഷേ പോലീസ് പറയുന്നത് മുൻകൂട്ടി തന്നെ, കാരണം ഇവർ ഗർഭിണിയാണെന്നുള്ള വിവരം ആശാപ്രവർത്തകർക്ക് അറിയായിരുന്നു. നിരന്തരം അവർ വീട്ടിൽ ചെന്നിരുന്ന് മറ്റേ ഗർഭിണിയാണോ, നിങ്ങൾ ആശുപത്രിയിൽ പോകണമെന്നൊക്കെ പറയുമ്പോഴും ഈ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു ഭീഷണിയാണ് ആ യുവതി മുഴക്കിയിരുന്നത്. കാരണം അവർക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന വലിയ മുതിർന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കമുണ്ട്. ഒരു പക്ഷേ പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് കൊണ്ടായിരിക്കാം. എന്തായാലും ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ 3-4 ദിവസം നോക്കിയതിന് ശേഷമാണ് കുഞ്ഞിനെ കൊന്ന് ഒഴിവാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രതികൾ ഇവിടെ ചേർത്തല പോലീസ് സ്റ്റേഷനിലാണുള്ളത്. കുഞ്ഞിൻ്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഒരുപക്ഷെ ഇവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് പോലീസ് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് ഒരുപക്ഷെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തേക്കാം. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.